നമസ്കാരം ഗൈസ്. ലോക ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കാൻ പോകുന്ന സ്ഥലമാണ് ജന്തർ മന്ദർ. രാജ്യസ്നേഹികളായ യുവജനത ഒറ്റക്കെട്ടായി ബ്യൂറോക്രസിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ കലഹിച്ചപ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ബഹുഭൂരിപക്ഷം ഭാരതീയരും പ്രാർത്ഥനയോടെ അതിരറ്റ വാത്സല്യത്തോടെ പിന്തുണച്ചപ്പോൾ തോറ്റുപോയത് സ്വേച്ഛാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഭരണവർഗമാണ്. ജയിച്ചത് നന്മയും ധൈര്യവും കൈമുതലാക്കിയ കുറെ പാറ്റകളും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ പാറ്റകൾ ലോകം മുഴുവനുമുള്ള ജൻസി മുന്നേറ്റങ്ങൾക്ക് കുറേയധികം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പാറ്റകൾ അവർക്ക് ജയിക്കാൻ വേണ്ടിയല്ല, അവരുടെ രാജ്യത്തെ ജയിപ്പിക്കാനാണ് ജന്തർ മന്ദറിൽ ഒത്തുകൂടിയതും പ്രതികരിച്ചതും പ്രതിരോധിച്ചതും. ഇനി ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ വിപ്ലവങ്ങളുടെയും സമരത്തിന്റെയും റഫറൻസും പാഠവുമാണ് ഈ പാറ്റ മുന്നേറ്റം. ഇവിടെ നമുക്ക് മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ കാണാൻ കഴിയില്ല, മലയാളിയെയോ ബീഹാറിയെയോ തമിഴിനെയോ കാണാൻ കഴിയില്ല. ഇന്ത്യക്കാരനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ശേഷം പരസ്പരം താങ്ങാവാനും ചായാനും മതം അവർക്കൊരു പ്രശ്നമല്ലെന്ന് കാണുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു റൊമാൻസിഫിക്കേഷൻ. ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാർ എത്രയോ പുണ്യം ചെയ്തവരാണ്. ഒട്ടും നീറ്റില്ലാത്ത നീറ്റ് ബ്യൂറോക്രസിയുടെ പിടിപ്പുകേട് കൊണ്ട് താഴ്ന്നുവെത്തി ചെയ്ത ഏതോ നാട്ടിലെ അവർക്കറിയാത്ത കുറെ കുട്ടികൾക്ക് വേണ്ടി കുറെ അധികം പേർ തെരുവിലിറങ്ങി മരിച്ചുപോയവർക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി പോരാടുന്നു. അങ്ങനെ പോരാടുന്നവർക്കായി അവരെ അറിയാത്ത ആരൊക്കെയോ ആഹാരം എത്തിക്കുന്നു, അവർക്ക് വീശി കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, അവർക്കായി കരുതുന്നു, കരയുന്നു. ഈ വേറിട്ടൊരു സമരക്കാഴ്ച നമ്മെ അമ്പരപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ നോവും നൊമ്പരവും സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ജനസമുദ്രം. അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ, ആശ്വസിപ്പിക്കാൻ ഒരു ഭാഷയും അതിന്റെ വ്യാകരണങ്ങളും വേണ്ടേ വേണ്ട. ഏത് സംസ്ഥാനത്തുള്ള ആളായാലും ഒരേ ഒരു വികാരം, ഭാരതമെന്ന വികാരം. വടക്കുള്ളവനും തെക്കുനിന്ന് പോയവനും എന്നില്ല, ഇന്ത്യൻ എന്ന ഒറ്റ ലേബൽ. എല്ലാവരുടെയും ഹൃദയത്തിലെ ആവേശവും കണ്ണുകളിലെ അഗ്നിയും ലോകത്തോട് പറയുന്നത് ഒന്ന് മാത്രം: ഇന്ത്യ ഈസ് അവർ നേഷൻ. All Indians are our brothers and sisters. സമൂഹത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇങ്ങനെ ഒരു കൂട്ടം പാറ്റകൾ ഉണ്ടാവുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ഭാഗ്യമാണ്, ഇവർ നമ്മുടെ അഭിമാനമാണ്. ഫിക്സഡ് ജനറേഷൻ പോപ്പുലേഷന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുന്നിൽ, അതായത് ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് ഈ പാറ്റകളുടെ കൂട്ടം തന്നെയാണ്. ജയ് ഹിന്ദ്.